ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളുടെ SSCയുടെ റിവൈസ്ഡ് എക്സാം കലണ്ടർ ഔട്ടായിട്ടുണ്ട്. രണ്ടാഴ്ച മുന്നേ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാം കലണ്ടർ അവർ പിൻവലിച്ചിട്ട് പുതിയൊരു റിവൈസ്ഡ് എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സേജിന്റെ ഒക്കെ ഡേറ്റ് മാറ്റുന്നുള്ള രീതിയിൽ. അതിന്റെ കൂടെ തന്നെ ജെഇയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷനും അവർ പ്രീപോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന SSC-JEE-യുടെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിൽ വരുന്നു. അത് കൂടാണ്ട് ഓഗസ്റ്റിലായിരിക്കും നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നതും. അത് കൂടാണ്ട് ഒക്ടോബർ നവംബറിലായിരിക്കും എക്സാം എന്നുള്ള കാര്യങ്ങളായിരുന്നു മുന്നത്തെ കലണ്ടറിൽ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം SSC-JEE-യുടെ ആ ഒരു കലണ്ടറിൽ, റിവൈസ്ഡ് കലണ്ടറിൽ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ജൂണിലേക്ക് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. ജൂൺ 30-ന് SSC-JEE-യുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവും. 30-ന് നിങ്ങൾക്ക് അവിടെ അപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ജൂലൈ 21 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 21 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എക്സാം ഡേറ്റ് പറഞ്ഞത് 27, 28, 29, 30, 31. അതിലേതെങ്കിലും 3 ദിവസമായിരിക്കും ഉണ്ടാവുക. കാരണം നമ്പർ ഓഫ് അപ്ലിക്കൻസിനെ ബേസ് ചെയ്തിട്ട്, നമ്പർ ഓഫ് ഷിഫ്റ്റിനെ ബേസ് ചെയ്തിട്ട്. പക്ഷെ അവിടെ സ്ലോട്ട് കൊടുത്തേക്കുന്നത് 27 തൊട്ട് 31 വരെയാണ്. ഒക്ടോബർ 27 തൊട്ട് 31 വരെയാണ് ഒരു ടെന്റേറ്റീവ് ആയിട്ട് പേപ്പർ 1, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ പേപ്പർ 1ന്റെ ഷെഡ്യൂൾ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ക്വാളിഫിക്കേഷൻ വന്നേക്കുന്നത് ഡിപ്ലോമയാണ്. ചില പോർഷൻ എന്താണ് BTech അവിടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം പാസ് ഔട്ട്, ഇപ്പൊ 2025 പാസ് ഔട്ട്, അവരുടെ റിസൾട്ട് ഇപ്പം മെയ് ലാസ്റ്റും ജൂണിൽ എന്തായാലും വരുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും BTech അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതില് പേപ്പർ 1-ൽ നോൺ ടെക്നിക്കൽ ഉണ്ടാവും, ടെക്നിക്കൽ ഉണ്ടാവും. പേപ്പർ 2-ലും ടെക്നിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഒക്ടോബർ 27 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 മാസം കൂടി അവിടെ ഉണ്ടാവും, അല്ലെ? അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു 5 മാസം. അപ്പൊ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ സെറ്റ് ആയി കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുണ്ടാവും. നമ്മൾ സെറ്റ് ആക്കി തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ സെറ്റ് ആക്കുക. നോൺ ടെക്നിക്കലിനും ടെക്നിക്കലിനും ഈക്വൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് സെറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതായിരിക്കും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി. അപ്പൊ ജൂൺ 30-ന് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ ഒരു 3 മാസം മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ടെന്റേറ്റീവ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. കാരണം വെച്ചാൽ CGL അതിന് മുന്നേ വരുന്നുണ്ടാവും. അതുകൂടാണ്ട് CHSL വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോ MTS വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എനിവേ 30-ന് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവും. ഇപ്പം പാസ് ഔട്ട് ആയ പിള്ളേർക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോ അതായത് മുന്നത്തെ കലണ്ടർ പ്രകാരം ഓഗസ്റ്റിലാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നു പറഞ്ഞേക്കുന്നത്. ഇപ്പം റിവൈസ് ചെയ്ത കലണ്ടർ പ്രകാരം നേരത്തെ ആക്കിയിട്ടുണ്ട്, ജൂൺ 30-ലേക്ക് ആക്കിയിട്ടുണ്ട്. ജൂൺ 30 നോട്ടിഫിക്കേഷൻ വരും. ഒക്ടോബർ 27 തൊട്ട് 31 വരെയാണ് ടെന്റേറ്റീവ് ആയിട്ട് എക്സാം ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. ഒരു 150 ദിവസത്തെ ഒരു സമയം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.